കുറഞ്ഞ പൈസ അല്ലേ, ഒരു 5-10 ഉറുപ്പ്യ എടുത്താണ് 2 മാങ്ങല വാങ്ങണ്ടി. അത് വാങ്ങിയാണ്ട് മക്കളെ ഈ ഒരു മൂടി കൊണ്ട് നിൽക്കണ ഈ ഒരു നേരത്ത് വെയിൽ അറക്കുണ്ടെങ്കിലും മൂടുണ്ടെങ്കിലും ഒക്കെ ചൂടിനൊരു കുറവില്ല കേട്ടോ. രാത്രിയൊക്കെ ആയാലും മക്കളെ 2-3 ഫാൻ ഇട്ട് കിടന്നാലും AC ഇതാക്കിയാലും ഒന്നും ഇപ്പോൾ തണുപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തൊരു നേരത്തെ ഇങ്ങളെ മനസ്സും ശരീരമൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു 1-ാം നമ്പർ കുൽഫീന്നോ ഐസെന്നോ എന്തെങ്കിലുമൊക്കെ വിളിച്ചോളിട്ടോ. ഇതങ്ങോട്ട് ഉണ്ടാക്കിക്കോളി. ഉസ്രൻ സാധനമാണ്. ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണേ നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനമൊന്നും വേണ്ടട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടുകാണ്ട് ഇനിയിപ്പോൾ എന്താപ്പോൾ ഇത് എത്രക്കെ ഇത് കിട്ടണമെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. നമ്മൾക്ക് നമ്മളെ പേരൻ്റെ അകത്തുള്ള സാധനങ്ങൾ മാത്രം മതി, ഒരുപാടൊന്നുമില്ല. കാര്യമായിട്ട് തന്നെ മാങ്ങയാണ്, ഇതുണ്ടാക്കാൻ തീരെ പണിയില്ലല്ലോ വിചാരിച്ചാണ്ടേ. ഇങ്ങോട്ട് നോക്കിയാണേ നമുക്കിപ്പോൾ കാര്യമായിട്ടുള്ള പണി എന്താ വെച്ചാൽ മാങ്ങ ചെത്തുക എന്നുള്ള തോലത്തിലേ അത് വലിയൊരു പണിയാണില്ലേ. എന്നാ മക്കളെ അതിലും നിങ്ങൾ ടെൻഷൻ ആണ്ട. ഇതൊക്കെയാണ് മാങ്ങത ഇതേമാതിരി ഇങ്ങോട്ട് വര ചെത്തിട്ട് കാണ്ട് അതിനൊരു അപ്പാപ്പുളി എടുത്തോളിട്ടാ. അപ്പാപ്പുളി എടുത്ത് കാണ്ടതാ കത്തിയോണ്ട് ഇതിൽ കൂടി ഇങ്ങനെ ഭരിച്ചു കാണ്ട് ഇതിൽ കൂടി ഇങ്ങനെ വരഞ്ഞിട്ട് ഒന്നും ഇങ്ങോട്ട് വിടർത്തി വെക്കണേ. അതിൻ്റെ മക്കളെ ഏതാ ചൊർക്ക്. ഇഞ്ഞി നോക്കി ഇതിങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്നിങ്ങോട്ട് വെടുന്നി കൊടുത്താൽ മാങ്ങ തോലെത്തണ്ട, തോലുമത്തെ മെയ്വ അങ്ങോട്ട് പോരുട്ടോ. പിന്നെ ഇത് നിങ്ങൾ ഏത് മാങ്ങ എടുത്തോളി. പിന്നെ ഈ പുളിച്ചിയാങ്ങ ഉണ്ടാവില്ലേ ചിരീത് അണ്ടിമല് ഇത്തിരി ഇതെല്ലാം കൂടി ഈമ്പിയാണ്ട് ഇടാൻ പറ്റണം, അത് നിങ്ങൾ എടുക്കണ്ട കേട്ടോ. അത് എടുക്കണേ കുഴപ്പമില്ല, അതിൽ എന്ത് കാമ്പാ ഉണ്ടാകുക. ആ മാങ്ങ നമുക്ക് കാര്യമായിട്ട് ഉപ്പിലിടാനല്ലേ പറ്റുള്ളൂ. പിന്നെ തന്നെ നമുക്ക് ഇത് കാര്യമായിട്ട് മാണ്ടിയത് കുറച്ച് പഞ്ചാരയും ഇനിയിപ്പോൾ മാണെങ്കിൽ കുറച്ച് പാലും പാൽപ്പൊടിയൊക്കെ ഇട്ടാൽ അത്രയും നന്ന്. ഇനി പെട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണേ നിങ്ങൾക്ക് ഒരു മാങ്ങ വെച്ചുകാണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു 2-3-4 ഐസ് ഉണ്ടാക്കിയെടുക്കുക. അതല്ല ഇനി 2-3-4 മാങ്ങ വെച്ചുകാണ്ട് അതൊക്കെ നിങ്ങൾ തിരുപ്പതിക്ക് നല്ല കട്ടിയിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് അളവിൽ കുറച്ചുണ്ടാക്കുക. കട്ടില്ലാത്ത ലൂസാക്കി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചെടുക്കും പോലെയാണ് നമുക്ക് ഇതിൻ്റെ എണ്ണങ്ങൾ കൂട്ടുക ഒക്കെ ചെയ്യട്ടോ. ഏതായാലും എന്തോരം എളുപ്പത്തിലറിയോ ആ ഒരു മാങ്ങ ഞാൻ അങ്ങോട്ട് ഇതാക്കിയത്. അപ്പോൾ തോലെത്തണ വേജാറ് നിങ്ങൾക്ക് മാണ്ടട്ടാ. നമുക്ക് മാങ്ങ തിന്നതിനെ കാട്ടി തിന്നണ ആലോചിച്ചുമ്പോൾ തോലെത്തണ ആലോചിച്ചുമ്പോഴാണ് ഇടങ്ങേറ്. അപ്പോൾ ദാ ഞാൻ അതൊക്കെ ഇതേമാതിരി മിക്സിന് ചാറ് കണ്ടിട്ട് കൊടുത്തിക്കണേ. പിന്നെ അതിക്ക് നോക്കിയാണേ നല്ല ഒരുവിധം കട്ടങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കണ പാല് ഒരു 2 കയ്യിൽ പാർന്നുകണേ. അത് 2 കയ്യിൽ എന്ന് പറഞ്ഞാൽ ഈ കയ്യിൽ ഒരു 100 ഗ്രാം ഉണ്ടാവും. അപ്പോൾ 2 കയ്യിൽ ഒരു 200 ഗ്രാം. അപ്പോൾ ഒരു ഗ്ലാസ് പാല് തീക്ക് പാർന്നു കൊടുത്തിക്കണേ. പിന്നെ ഞാൻ തീക്ക് ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ക്രീമി ആയിട്ടും രസം എന്ന് പറയാൻ ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കിയത് തിന്നോക്കണം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ പാൽപ്പൊടി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷനാണ് മക്കളെ. പാലും പാൽപ്പൊടി ഇല്ലെങ്കിൽ ഇത് ഉഷാറാക്കി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടെടുത്തോളി. അപ്പോൾ പാൽപ്പൊടി നിങ്ങൾക്ക് വലിയ രസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പീടിയെ പോകേണ്ടത് അമൂല്യൻ്റെ പേക്ക് 10 ഉറുപ്പ്യല്ലുള്ളൂ. 10 തന്നെ ഏക്കൂട്ടെ എനിക്കറിയില്ല. ഏതായാലും 10-15 അതിലേറൂല. അത് വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് എമ്പാട് ഇട്ട് കൊടുക്കാണ്ടാവട്ടോ, 2-3-4 സ്പൂണൊക്കെ. പിന്നെ നോക്കിയാൽ ഞാൻ തീക്ക് എന്താ വെച്ചാൽ ഇതാ കുറച്ച് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. അത് കറക്റ്റ് മധുരമായി കേട്ടോ, ഏറൂല കുറവില്ല. പിന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാല എസൻസ് പറഞ്ഞെടുത്ത്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ലേശം ഏലക്കാപ്പൊടി ഇട്ടെടുത്തോളി. പിന്നെ ഒരു 1-1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഈ പാലിന് പകരം നിങ്ങൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ 2-2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തോളി. നല്ല പാകത്തിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതാ നല്ലോണം അങ്ങോട്ട് അടിച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പം ഞാൻ ഈ പാലും ഇതെല്ലാം കൂടി കൂട്ടിയാണ് അടിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പാലും മാങ്ങി മാത്രം അടിച്ചതിന് ശേഷം നല്ലോണം മാങ്ങ അടിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം ബാക്കി 1.5 ഗ്ലാസ് ഒഴിച്ചെടുത്തിട്ട് അടിച്ചെടുത്തോളി. അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ മാങ്ങ അടിച്ചാൽ എന്താ അറിയോ, അരിഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമാവും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ ഞാൻ തന്നെ അങ്ങനെ പാർന്ന് അടിച്ചിട്ട് കുറച്ച് നേരം മെനക്കെടേണ്ടി വന്ന്. അതുകൊണ്ട് നിങ്ങൾ ആ മാങ്ങ നല്ല തിക്കായിട്ട് അടിച്ചതിന് ശേഷം പാല് മാത്രം ഒഴിച്ച് അടിച്ചതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത് ആ വക്കത്തൊക്കെ ആവും. അപ്പോൾ ഒരു ഗ്ലാസ് ഒഴിച്ചാണ്ട് പാർന്നെത്താൻ തരാം നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് കൊണ്ട് പാർന്നാൽ തന്നെ 2 നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ പേപ്പർ ഗ്ലാസ്സിലൊക്കെ ഒഴിക്കുമ്പോൾ ഒന്നും കൂടെ നല്ലോണം ഇത് ചിലവാവും കേട്ടോ. പക്ഷേ ഇതിലാകുമ്പോൾ കുറച്ച് മതിയാവും.
അപ്പോൾ ഈ ഒരു സംഭവം നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങളടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യണ പോലെ പേപ്പർ ഗ്ലാസ്സോ സ്റ്റീൽ ഗ്ലാസ്സോ കുപ്പി ഗ്ലാസ്സോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, സെറ്റ് ചെയ്യാനുള്ള പാത്രം ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഇതുണ്ടാക്കാതിരിക്കലും മക്കളെ. കാരണം ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഒരൊറ്റ വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുട്ടികൾക്ക് തന്നെ ഇതൊക്കെ പറ്റുള്ളൂ എന്നുള്ള ചിന്ത ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ വലിയവർക്ക് എന്ത് ഇഷ്ടമല്ലേ ഇതൊക്കെ. പിന്നെ നമുക്ക് ക്യാഷും കൊടുക്കണ്ടല്ലോ, 1 രൂപ പോലും കൊടുക്കാതല്ലേ നമ്മളെ വീട്ടിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ കണ്ടമാനം നമുക്ക് ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാൻ പറ്റും. നല്ല നാച്ചുറൽ ആയിട്ടുള്ളതാണ്, ഒരു വേണ്ടാത്ത നമ്മൾ ഇതിൽ കൂട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയും ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവില്ലേ. ഇപ്പം എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവും. ചില മരത്തുമ്മലൊക്കെ മൂച്ചിമ്മലൊക്കെ നല്ലോണം പഴുത്തിട്ടുണ്ടാവും. ചില മൂച്ചിമ്മലൊക്കെ ഇങ്ങനെ ചെനച്ച് വരിണ്ടാവും. ഏതായാലും വല്ലാതൊന്നും കാത്തിരിക്കേണ്ടി വരൂല കേട്ടോ, ഇഷ്ടം പോലെ കൊഴിഞ്ഞാടുന്ന ടൈം വരും. ഇപ്പം അതൊന്നും വേണ്ട കേട്ടോ, നിങ്ങളിപ്പോൾ അതിനൊന്നും കാത്തിക്കല്ലേ. എന്താ വെച്ചാൽ ഒന്ന് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കൂടി റോട്ടിലൂടെ ഇങ്ങനെ പോവല്ലേ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം നിങ്ങളൊരു 2 വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണേ. അപ്പോൾ ഇതാ ഞാൻ ഇതിലും ഒക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ട്രേ 2 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രേ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒരു 2 മാങ്ങ അല്ലെങ്കിൽ 1 മാങ്ങ, ഇങ്ങനെ നമ്മളടുത്ത് 1 മാങ്ങ ഉള്ളൂന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് ചെയ്താൽ മതി. നല്ല തിക്കായിട്ട് ഐസ്, ഇനിയിപ്പോൾ പച്ചളം പാർന്ന് വെച്ചാലും ഐസായി വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം എത്രയും കൂട്ടട്ടോ. മാങ്ങയിൽ ഇത്തിരി പാലും പഞ്ചസാരയും ഒക്കെ ആണ്ട് കൂട്ടി കൊടുത്താൽ മതി, വെള്ളവും ഒക്കെ കൂട്ടി കൊടുത്താൽ മതി. ഒരൊറ്റ മാങ്ങ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും അളവിലുണ്ടാക്കിയെടുക്കട്ടോ. ഇത്രയും ഗ്ലാസ്സിലും അതുപോലെ തന്നെ ഈ ഒരു ട്രേയിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക. ഒറ്റ മാങ്ങ മതി, മാങ്ങൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ എന്താ പറയുക, ഒരു 3-4 മാങ്ങ എടുത്ത് നല്ലൊരു തിക്കായിട്ടുണ്ടായിരിക്കും. കാരണം മാങ്ങ ഉണ്ടല്ലോ, പിന്നെ ഇപ്പം എന്തിനാ വിഷ്കണല്ലേ. അപ്പോൾ ഒരു മാങ്ങ ഉള്ളവരും ഇത് ചെയ്യുക, തോനെ ഉണ്ടാക്കിയെടുത്തോളി. പിന്നെ അതാ ഞാനൊരു ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ് മക്കളെ, ഇതൊന്നും ഇപ്പോൾ സാധാരണ എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവില്ലല്ലോ. ഞാനിപ്പോൾ എന്താ വെച്ചാൽ വീഡിയോ ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ആവശ്യം ഉണ്ടാകുമ്പോൾ വാങ്ങണതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട, ഇതിങ്ങനെ തന്നെ മൂടാതെ വെച്ചാൽ മതിയാവും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ഫോയിൽ പേപ്പർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒരു ചെറുതായിട്ടൊരു ഹോൾസിട്ട് കൊടുക്കുക. നമ്മൾ നേരെ ഐസിങ് കോൽ കൊണ്ടാണ് കുത്തി കൊടുക്കരുത് കേട്ടോ. സ്റ്റിക്ക് കൊണ്ട് കുത്തിയാൽ ചിലപ്പോൾ ഈ ഒരു ഫോയിൽ പേപ്പർ പെട്ടെന്ന് കീറും. അപ്പോൾ ഹോൾസ് വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോല് നല്ല സെൻറ്ററിൽ കിട്ടൂല കേട്ടോ. സൈഡായിട്ട് കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വീഡിയോക്കും വേണ്ടിയിട്ടാണ് നല്ല സെൻറ്ററിൽ കിട്ടാനൊക്കെ നോക്കണത്. നിങ്ങൾക്ക് ആ ഗ്ലാസ്സിൽ ഈ ഒരു ഫോയിൽ പേപ്പർ ഒന്നും വെക്കാതെ തന്നെ ഒരു ഇതാണ്ട് വെച്ചെടുത്താൽ മതി കേട്ടോ. സ്റ്റിക്ക് ചെരിഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഇത് മുഴുവനും കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ സ്റ്റിക്ക്. അപ്പോൾ ഇന്നാളിപ്പോൾ ആരോ നമ്മൾ വീഡിയോയിൽ താഴെ ഒരു കൂട്ടുകാരി കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിക്ക് വാങ്ങാൻ കിട്ടുമെന്ന്. സ്റ്റിക്ക് എല്ലാ കടയിൽ നിന്നും കിട്ടും കേട്ടോ. നമ്മൾ സാധാരണ മസാലക്കടയിൽ വരെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു സ്റ്റിക്ക്. ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റ് എല്ലാവരുടെ അടുത്തും എല്ലാ നാട്ടിലും എല്ലാ മൂലയിലും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചാൽ എന്തായാലും ഇത് കിട്ടും ഈ ഒരു സ്റ്റിക്ക്. അതുപോലെ തന്നെ പേപ്പർ ഗ്ലാസും കിട്ടും. പേപ്പർ ഗ്ലാസ്സൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ഇനിയിപ്പോൾ അതന്നെ വേണമെന്നൊന്നുമില്ല, എന്തിനാ വെറുതെ പേപ്പർ ഗ്ലാസ്സൊക്കെ വാങ്ങണേ. ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കുപ്പി ഗ്ലാസ് എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം ഏകദേശം ഒരു 10 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പകലല്ല കേട്ടോ ഞാൻ വെച്ചത്, രാത്രിയിലാണ്. കാരണം പകൽ വെച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഓള ആളുകളൊക്കെ ഫ്രിഡ്ജ് തുറക്കലും അടക്കലും. അപ്പോൾ എന്താ അറിയോ, ഓള പണി കട്ടയണോ എന്ന് ഇങ്ങനെ നോക്കായിരിക്കും. അപ്പം എന്താ സംഭവിച്ചാൽ പിന്നെ ഓലൊന്ന് ഇളക്കും, അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും. പിന്നെ നമുക്ക് ഈ ഒരു വിചാരിച്ച പെർഫെക്റ്റ് ഒന്നും കിട്ടൂല കേട്ടോ. അപ്പം എന്താ പറയുക, ചിലപ്പോൾ ഇത് കട്ട പിടിക്കാനിടല്ലാതൊക്കെ ഓളെടുക്കും. അത് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും ഐസ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ രാത്രിയാണ് കേട്ടോ ചെയ്യൽ. എന്നാൽ പിന്നെന്താ പറയുക, രാത്രി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഓൾ എണീക്കുമ്പോഴല്ലേ, ഓൾ ഫ്രിഡ്ജ് തുറന്നെടുത്താലും ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി ഐസായിട്ട് തന്നെ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള കുട്ടികളൊക്കെ ഇതുപോലെ എന്നല്ല, എല്ലാ മക്കളും ഇങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഐസല്ലേ കുഞ്ഞു മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും. നമ്മൾ കുട്ടികളൊന്നും കുറ്റം പറയണ്ട. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ രാത്രിയിൽ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ നമുക്കൊരു ചുറ്റലും ഉണ്ടാവില്ലല്ലോ. രാവിലെ ആകുമ്പോൾ പിന്നെ യാതൊരു ഇതുമില്ലാതെ ഫ്രിഡ്ജിൽ നിങ്ങൾ എടുത്താൽ മതിയാവുമല്ലോ. അപ്പം അല്ലാ മാഷാ അല്ലാ,
എനിക്കെന്താ അറിയോ, ഇത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ. അപ്പം എന്താ അറിയോ, ഭയങ്കര നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയുണ്ട് അവരെ കാണാൻ. അപ്പോൾ ഈ ഒരു പച്ചയിലായിട്ടേക്കും ആ ഒരു മഞ്ഞക്ക് കുറച്ചൊരു കളറ് കുറഞ്ഞ പോലെ തോന്നാം കേട്ടോ. നമ്മളിങ്ങനെ ആ ഒരു ട്രേന്ന് എടുക്കുമ്പോൾ നല്ല കളറ്, പക്ഷെ ആ ഒരു പച്ചയിലേക്ക് വന്നപ്പോൾ ആ ഒരു എന്തോ ഒരു ഡാർക്ക് പോലെ. അപ്പോൾ ഞാൻ ഒരു ബ്ലാക്ക് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല യെല്ലോ കളറിന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓരോ പാത്രത്തിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മളെ ഓരോ കളറും വ്യത്യാസമാകുക. അപ്പോൾ ഞാൻ ഡാർക്ക് കളർ വേണ്ട, നല്ല ലൈറ്റ് കളറിന് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ബ്ലാക്ക് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ സ്റ്റീൽ ഗ്ലാസ് കേട്ടോ ഞാൻ പിന്നെ വെച്ചത്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അതാ നമ്മുടെ പേപ്പർ ഗ്ലാസ് വെട്ടിയെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്കിതിങ്ങനെ ആ ഒരു കുബ് ഗ്ലാസ് നിന്നൊക്കെ എടുത്ത പോലെ തന്നെ ഇങ്ങോട്ട് കിട്ടും. എന്താ വെച്ചാൽ ഞാൻ പേപ്പർ ഗ്ലാസിൻ്റെ മുകളിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. സ്റ്റീൽ ഗ്ലാസ് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഐസിങ് ട്രേ ഒന്ന് വെള്ളത്തിൽ വെച്ചിന് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേഗം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ വെക്കുക. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ചൂടല്ലേ, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഐസൊക്കെ പുറത്തേക്ക് വെക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ എടുക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു ചൂടത്ത് നമ്മളെ മക്കൾക്ക് ഒരുപാട് സന്തോഷമാവും ഇതുപോലൊക്കെ നമ്മളൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ. ഒരൊറ്റ മാങ്ങ നല്ലോണം ലൂസാക്കി അടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു 5, 6, 10 ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഐസായിട്ട് തന്നെ മക്കൾക്ക് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പം നിങ്ങളൊക്കെ ഈ ഒരു വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് കൊടുക്കും കേട്ടോ. നിങ്ങൾ ആ ഒരു ലൈക്കൊക്കെയാണ് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വരിക. ഇത്രയും ഒരു ഐസൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ആ ഒരു മനസ്സിക്ക് വരും. ആ ഒരു ലൈക്ക് കാണുമ്പോൾ ഇവരൊക്കെ ഇത് ഉണ്ടാക്കുമല്ലോ എന്നൊരു ഇഷ്ടമാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇത് കണ്ടില്ല എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ. അതായത് നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കണ്ടോ, ഒരു ചിലവും ഇല്ലല്ലോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ദയവ് ചെയ്തിട്ട് പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. വീഡിയോ എത്താത്ത ഒരുപാട് പേരുണ്ടാവും, കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവും. ഒരു ഐസൊക്കെ കിട്ടിയാൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കടയിൽ നിന്ന് നമ്മൾ വാങ്ങി കൊടുക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു 2 മാങ്ങ വാങ്ങിയിട്ട് ഇതുപോലെ ഒരു പണിയില്ലല്ലോ. ഞാനിപ്പോൾ ഇതൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ക്യാമറ അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം ഒക്കെ ചെയ്യണം. പക്ഷെ ഇങ്ങൾക്ക് എന്ത് ചെയ്യാനാ, അത് നേരെ തോലി എത്താതെ ഞാൻ ചെയ്ത പോലെ ചെയ്യാം. മിക്സിഡ് ജാറിലിടുക, പാലില്ലെങ്കിൽ പാൽപ്പൊടി ഇടുക, പാൽപ്പൊടി ഇല്ലെങ്കിൽ പാൽ മാത്രം മതി. അതുമില്ലെങ്കിൽ വെറും വെള്ളം ഒഴിച്ചാലും ഇത്തിരി ഏലക്കാവടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ല നീട്ടി അങ്ങോട്ട് അടിച്ചിട്ട് കുറച്ച് ഗ്ലാസ്സിലാണ് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മളെ മക്കളെ മനസ്സും ശരീരവും ഒരുപോലെ സന്തോഷിക്കാനും തണുക്കാനും ഒക്കെ ഇത് മതിയല്ലോ. നമ്മൾ ഈ എല്ലാ കാട്ടിക്കൂട്ടലും നമ്മൾ മക്കളെ സന്തോഷത്തിന് വേണ്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്താൽ അത് നിങ്ങൾക്കൊരു സുഖം കൂടിയാണല്ലോ. കാരണം എല്ലാവരും ഒന്ന് ഉണ്ടാക്കിക്കോളും എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ഏതായാലും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ, നല്ല ഇഷ്ടമാവും കേട്ടോ. ഒരു ചിലവുമില്ല, ഒരു പണിയില്ല. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസിനില്ല കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ ഐസ് ടേസ്റ്റ് മാംഗോ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അത് നിങ്ങൾ ഒറ്റ പ്രാവശ്യം ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ മാങ്ങൊക്കെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമാണ്. മൂച്ചിൻ്റെ ചുവട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ മാങ്ങ ചെനച്ചൊക്കെ വരുന്നുള്ളെങ്കിൽ 2-3 ദിവസം കാത്തുന്ന 2-3 ആഴ്ച കാത്തുമ്പോഴാവും. അപ്പോൾ അതുവരെ നിങ്ങൾ കാത്തിക്കണ്ട കേട്ടോ. കണ്ടില്ലേ, നമ്മളെ കുഞ്ഞു മക്കളൊക്കെ ഇതൊക്കെ കഴിക്കാനായിട്ട് എന്ത് ഇഷ്ടമാണെന്നറിയോ. നമ്മളെ വീട്ടിൻ്റെ അയൽവക്കത്തെ കുട്ടികൾക്കും ഒക്കെ ഇപ്പോൾ സ്കൂളും ഇല്ല മദ്രസും ഇല്ല, തേരെ പാരെ നടന്ന് എന്താ ഓൽക്ക് വൈകുന്നേരം എങ്ങനെ ആവുകയെന്ന് ഓൽക്ക് തന്നെ അറിയില്ല. കുറേ കളിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൊടുക്കുമ്പോൾ ഓൽക്ക് എന്ത് സന്തോഷമായിരിക്കും. നമ്മളെ മക്കളെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം. അപ്പോൾ അത് അവർ കഴിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രിഡ്ജിലുണ്ട്, അതും ഇവർ തന്നെ എടുത്തൊക്കെ കഴിക്കും. ഏതായാലും ഞാൻ ഇപ്പോൾ കുറച്ച് ഇങ്ങനത്തെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഐസ് ഉണ്ടാക്കാന്ന് കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കുക കേട്ടോ. അയൽവാസത്തെ കുട്ടികൾക്കും കുടുംബത്തിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കൊടുക്കുക. കുഞ്ഞു മക്കളെ മനസ്സ് സന്തോഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. നമുക്കൊരുപാട് നമ്മൾ പഠിച്ചോൻ തന്നെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. കാരണം ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ മക്കൾക്ക് തന്നെ ഫുള്ള് കൊടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ നമ്മളെല്ലാ കുട്ടികൾക്കും ഒരുപോലെ കൊടുക്കണം കേട്ടോ.
അപ്പോൾ നമ്മളെ കുട്ടികൾക്കും അതിൻ്റെ കൂടെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നല്ലാതെ കുട്ടികൾക്ക് കൊടുക്കുക പിന്നെ ഫ്രിഡ്ജ് പൂട്ടുക പിന്നെ ഏക്കനെ വെക്കുക കൊടുക്കുക നമ്മളും കഴിക്കുക, അത് രസമില്ലല്ലോ. എല്ലാവരും കൂടി കഴിക്കുമ്പോഴേ രസം. അപ്പോൾ ഇതാ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.